ഹലോ. 31st ആയിട്ട് പപ്പയ്ക്ക് പരിപാടി, ചേട്ടന് പരിപാടി, എനിക്ക് മാത്രം ഒരു പരിപാടി ഇല്ലെന്നും പറഞ്ഞ് ആമിക്കുഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആമി ഒരാഗ്രഹം പറഞ്ഞു, ബീഫ് സ്റ്റൂവും ബ്രെഡും മതിയെന്ന്. എന്നാൽ പിന്നെ അതൊരു കുഞ്ഞാഗ്രഹമല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ, അപ്പോൾ അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കുറച്ച് ബീഫ് എടുത്ത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അത് വേകുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചു. അപ്പോൾ അതൊരു 3/4 വേവായപ്പോൾ ഞാൻ സ്റ്റൗ നിർത്തിയായിരുന്നു. എന്നിട്ട് അത് കുക്കർ തുറന്നിട്ട് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 വിസിലൂടി കേൾക്കാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസും വെന്ത് കിട്ടുമല്ലോ. അതിൽ കിടന്ന് തന്നെ വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ അത് വെന്ത് മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ആ നെയ്യ് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് നമ്മുടെ പട്ട, കറയാമ്പ്, പിന്നെ 2-3 കുരുമുളക്, ഏലക്ക, ഇത്ര സാധനമായിട്ട് ചൂടാക്കി. അപ്പോൾ അതിൻ്റെ മണമൊക്കെ ഇങ്ങനെ പരന്നു വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി. അത് വഴന്ന് വന്നപ്പോഴേക്കും നമ്മുടെ സവാള ഇട്ട് വഴറ്റി. എന്നിട്ട് സവാളയൊക്കെ വഴന്ന് നല്ല അപ്പോഴേക്കും ആമിക്കുഞ്ഞ് കുളിച്ച് റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളെൻ്റെ അരികിൽ തന്നെ ഇരിക്കുക കേട്ടോ. സവാള വഴന്ന് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫും വെജിറ്റബിൾസും ഒക്കെ കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ 2ാം പാലെടുത്ത് അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഈ 2ാം പാലിൽ കിടന്ന് ബീഫൊക്കെ നല്ല തിളച്ച് മറിഞ്ഞ് കിടക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി വിതറി. എന്നിട്ട് അത് ആ 2ാം പാലിൽ കിടന്ന് നല്ല വറ്റി പാകമായി വന്നപ്പോഴേക്കും ഞാനതിലേക്ക് നമ്മുടെ 1ാം പാൽ, അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് വേറെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കിസ്മസും കശുവണ്ടിയൊക്കെ വറുത്ത് വെച്ചു. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തലപ്പാലുണ്ടല്ലോ അതുകൂടി ഒഴിച്ച് റെഡിയാക്കി. ഈ തലപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിള വരരുത്, അതാണ് അതിൻ്റെ സീക്രട്ട്. അപ്പോൾ ഞാൻ 2 കൈയും കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ കിസ്മസും കശുവണ്ടിയൊക്കെ റെഡിയായി വന്നു. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ സ്റ്റൂ ഒക്കെ റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ രുചികരമായ ബീഫ് സ്റ്റൂ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആമിക്കുഞ്ഞിനെ വിളിച്ച് ബ്രെഡൊക്കെ എടുത്ത് സ്റ്റൂ ഒക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾക്കത് ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ ഞാനതൊക്കെ കൊടുത്ത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മോളുടെയും 31st പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സുഖമായിരിക്കട്ടെ.